അവസ്ഥാനത്തിൽ വന്ന ശാപക്കറകൾ നീക്കി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. യേശു എന്നടിസ്ഥാനോ ആശയവനികർത്തേ. യേശു എന്നടിസ്ഥാനം ആശയവനികർത്തേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ വീണ്ടും കേൾക്കുവാൻ ഇടയായി തീർന്ന ദൈവത്തിന്റെ വചനം, ഒരു മനുഷ്യന്റെ പ്രാണൻ ചൂടാകുന്നതും തണുക്കുന്നതുമായ ഭാഗമാണ് നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നത്. നമ്മൾ ഇവിടെ കൊല്ലന്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ കത്തി, വാള് മുതലായിട്ടുള്ള ആയുധങ്ങൾ മൂർച്ച വെപ്പിക്കാനും കട്ടി കൂട്ടാനും പോകും. മൂർച്ച കൂട്ടാൻ മാത്രമല്ല, കട്ടി കൂട്ടാൻ പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുപ്പം കൂട്ടാൻ. അതിന് പോയി ചെല്ലുമ്പോൾ ഈ കൊല്ലം ചെയ്യുന്ന ക്രിയയാണ് ഒന്നാമത് അതങ്ങോട്ട് പഴുപ്പിക്കും. പഴുപ്പിച്ചതിന് ശേഷം അതിനെ രാഗി, അതിന്റെ മൂർച്ച കൂട്ടും. രണ്ടാമതിന് ശേഷം അത് പെട്ടെന്ന് തണുപ്പിക്കും. ആ തണുപ്പിക്കുന്നതിന് ഒരു ഘട്ടമുണ്ട്. അതിനാണ് നമ്മൾ മുക്കുന്നു എന്നൊക്കെ പറയുന്നത്. അവരുടെ ഒരു ഭാഷയാണ്. ടെമ്പർ കൂട്ടുന്നതിന് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് മൂർച്ച കൂട്ടും, ഒന്ന് കട്ടി ടെമ്പർ കൂട്ടും. ഇതുപോലെ മൂർച്ച കൂട്ടി തിരിച്ചു വരുമ്പോൾ മുമ്പത്തെ പോലെ അല്ല ആ ആയുധം. പെട്ടെന്ന് മൂർച്ച പോകില്ല. മാത്രമല്ല അതിന്റെ പെട്ടെന്ന് അതുകൊണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വേഗം ആ ആയുധം ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും, മുറിയുകയും ചെയ്യും. ഇതുപോലെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാണന്റെ അവസ്ഥ. ഒരു പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തണുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് അതിനെ ചൂടാക്കണം. ഒരു പ്രാണൻ ചൂടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ പല തരത്തിൽ കണ്ടിട്ടുണ്ട്. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു. ദുഃഖം വന്നു കഴിയുമ്പോൾ പ്രാണൻ ചൂടാവും. ഉപവാസത്താൽ എന്റെ പ്രാണൻ തപിക്കുന്നു. ഉപവാസം പ്രാർത്ഥന എടുക്കുമ്പോൾ പ്രാണൻ ചൂടാവും. ഭയത്താൽ അവരുടെ ദൈവത്തിന്റെ മഹാപ്രവൃത്തി കേട്ടിട്ട് അവര് ഹൃദയം ഉരുകിപ്പോയി, പ്രാണൻ ഉരുകിപ്പോയി. അപ്പോ ഭയം ഹേതുവായി ഉരുകും. അപ്പോ പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പ്രാണൻ ചൂടാവുന്നതും ഉരുകുന്നതെല്ലാം. അതല്ല പ്രശ്നം. ചൂടാകുന്നത് എങ്ങനെയും ചൂടാകാം. ചൂടാകുന്നത് എവിടെയും ചൂടാകാം. കാരണം ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ പ്രാണൻ ചൂടാവും. ഭയമുള്ള ഒരു കാര്യം പറഞ്ഞാൽ പ്രാണൻ ചൂടാവും. ഉപവസിച്ചാൽ പ്രാണൻ ചൂടാവും. എന്തോരം പേര് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷേ പ്രശ്നം അതല്ല. എങ്ങനെ ചൂടായാലും വ്യവസ്ഥ എന്ന് പറയുന്നത് തണുക്കേണ്ടത് ന്യായപ്രമാണത്താലായിരിക്കണം. എന്റെ പ്രാണനെ തണുപ്പിക്കേണ്ടുന്ന ആശ്വാസപ്രദൻ എന്നോട് അകന്നിരിക്കുന്നു എന്നാണ് വിലാപങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രാണൻ ചൂടായാൽ അതിനെ തണുപ്പിക്കേണ്ടവൻ കർത്താവാണ്. തണുപ്പിക്കേണ്ടത് ന്യായപ്രമാണത്താലാണ്, അല്ലെങ്കിൽ വചനത്താലാണ്. ഈ കാര്യങ്ങൾ സാധ്യമായി കഴിഞ്ഞാൽ ആ മനുഷ്യനെ കൊണ്ട് പിന്നെയുള്ള കാലങ്ങൾ ഉപയോഗിക്കുന്നതും പിന്നെ ആ മനുഷ്യന്റെ കൊണ്ടുള്ള ഉപയോഗം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഈ ഉപവാസം പ്രാർത്ഥനയുമായി വയ്ക്കുമ്പോഴത്തേക്കും വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസ പ്രാർത്ഥനയിൽ യഥാർത്ഥത്തിലുള്ള വചന ശുശ്രൂഷയിൽ ആ പ്രാണം തണുത്തതാണെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് ശേഷം, ഉപവാസത്തിന് ശേഷം ആ വ്യക്തി ഏറ്റവും ശക്തമായ രീതിയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന പാത്രമായി, ആയുധമായി തീരും എന്നുള്ളതാണ് നമ്മൾ ദൈവത്തിന് വചനത്തിൽ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ വചനത്തിൽ വേറൊരു വിഷയം വരുന്നത് ഇവിടെ ഇതാണ്. എന്നാണ്
നിന്റെ ന്യായപ്രമാണം എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ന്യായപ്രമാണത്തിൽ അല്ലാതെ നടക്കാൻ സാധിക്കും. എന്താണ് ഇങ്ങനെ നടക്കാൻ സാധിക്കും? മിസ്രൈമിൽ നിന്ന് ജനം വന്നിട്ട് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പിടിപ്പിച്ചുകൊണ്ട് വരുന്നു. ശത്രുക്കളെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ചെങ്കടൽ പിളർന്നു, യോർദാൻ പിളർന്നു. അങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങളെല്ലാം കേട്ടു. കനാൻ ദേശം ഇസ്രായേൽ ജനത്തിന് അവകാശമാക്കി കൊടുക്കാൻ പോവുകയാണ് ദൈവം. ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ കനാൻ ദേശത്തുള്ളവരെ എല്ലാവരെയും പ്രാണൻ ഉരുകിപ്പോയി. വെള്ളം പോലെ ഉരുകി. ഈ ഉരുകി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ഉരുകിയ പ്രാണിനോട് വല്ലതും ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ധൈര്യപ്പെടണം, അതിന് തണുക്കണം. അതിന് തണുക്കാനായിട്ടാണ് അവിടെ ഉള്ളവരെല്ലാവരും ചിന്തിച്ചു, ഇങ്ങനെ നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, ഏതായിരുന്നാലും വന്നു പോലെ നോക്കാം. എല്ലാവരും ധൈര്യപ്പെട്ട് നെഞ്ചുറപ്പിച്ച് യുദ്ധത്തിന് പോയി. അപ്പൊ അവരുടെ പ്രാണൻ തണുത്തു. എങ്ങനെ? സ്വന്തം ഭുജത്തിൽ. മാനുഷിക ബുദ്ധിയിൽ അവരുടെ പ്രാണൻ തണുത്തു. ദൈവത്തിന്റെ വചനം പറയുന്നത് അവരെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ന്യായപ്രമാണത്താൽ, ദൈവത്തിന്റെ വചനത്താൽ തണുത്തവരുണ്ട്. രാഹാബിന്റെ പ്രാണന് ഉരുകിയതാണ്. അവിടെയുള്ള എല്ലാ കനാന്യ ദേശക്കാരുടെയും പ്രാണൻ ഉരുകിയതുപോലെ തന്നെ, ഹൃദയം ഉരുകിയതുപോലെ തന്നെ രാഹാബിന്റെ ഹൃദയം ഉരുകിയതാണ്. പക്ഷെ രാഹാബ് തണുത്തത് എങ്ങനെയെങ്കിലും ഇവരോട് യുദ്ധം ചെയ്യാമെന്നോ അവരെ സ്വന്തം ഭുജത്താൻ ധൈര്യപ്പെട്ടതല്ല. പിന്നെയോ തന്നെ ദൈവം, അവൻ തന്റെ ദൈവം, അവനുള്ള വിശ്വാസത്താൽ അവൾ ഒരു പ്രവൃത്തി ചെയ്തു. അതിനാൽ അവൾ ദൈവജനത്തിൽ നിന്ന് യോശുവ പറഞ്ഞുവിട്ട ആ ദൂതന്മാരിൽ നിന്ന് ഒരു ഉറപ്പ് പ്രാപിച്ചു, ഒരു വചനം പ്രാപിച്ചു. അവളുടെ പ്രാണൻ തണുത്തു. ദൈവത്തിന്റെ വചനം പറയുന്നത് പിന്നീട് അവൾ എവിടെ എത്തിയെന്നറിയോ? അവൾ എത്തിയത് മശിഹായുടെ തലമുറയിൽ. കർത്താവായ യേശുക്രിസ്തു എന്ന മശിഹായെ പ്രസവിച്ച തലമുറയിൽ, ആ തലമുറയിൽ കടന്നു വന്ന ഒരു ആളെ തന്റെ മകനായി ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു നിലയിലേക്ക് അവൾ വളർന്നു. അവൾ അത്യുന്നതമായ ഒരു പദവിയിലെത്തി. കാരണം എന്താണ്? അവളുടെ പ്രാണൻ തണുത്തത്. അവളുടെ പ്രാണൻ തണുത്തത് ദൈവത്തിന്റെ വചനത്താണ്, ദൈവത്തിലുള്ള വിശ്വാസത്താണ്. ഇന്ന് നമ്മുടെ ജീവിതവും ഇന്ന് നമുക്കിന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നത് പല വിഷയങ്ങളാണ്. നമ്മുടെ പ്രാണനും പലപ്പോഴും ശപിക്കുന്നുണ്ട്, പഴുക്കുന്നുണ്ട്, ചൂടാകുന്നുണ്ട്, ഉരുകുന്നുണ്ട്. ദുഃഖം കൊണ്ടും വിഷാദം കൊണ്ടും ഭയം കൊണ്ടും ഉപവാസം കൊണ്ടും എല്ലാം ഉരുകുന്നുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നത്, ഈ പഴുത്തിരിക്കുന്നത് ദൈവത്താൽ മാത്രം മതി എനിക്ക് ആശ്വാസം. ആരും എന്നോട് സംസാരിക്കേണ്ട, എന്റെ ദൈവം എന്നെ ആശ്വസിപ്പിക്കണം. എന്റെ പ്രാണനെ ആശ്വസിപ്പിക്കേണ്ടവനും തണുപ്പിക്കേണ്ടവനും ദൈവമാണെന്ന് വിശ്വസിച്ച് അത് തന്നെ ആശ്രയിച്ച് ദൈവമാണ് ആ പ്രാണനെ തണുപ്പിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അവനെ കൊണ്ട് വലിയൊരു ഉപകാരം ദൈവത്തിനുണ്ട്, അവനെ കൊണ്ട് വലിയൊരു പ്രവൃത്തി ദൈവത്തിന്റെ സഭയ്ക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പല മാർഗങ്ങളും നമുക്ക് കിട്ടും. നമ്മുടെ പ്രാണം ചൂടായിരിക്കുമ്പോൾ അതിനെ തണുപ്പിക്കാൻ പല വഴികളും നമ്മുടെ ജീവിതത്തിൽ വരും. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എന്റെ പ്രാണനെ ആശ്വസിപ്പിക്കുന്നവനും തണുപ്പിക്കുന്നവനും കർത്താവാണ്. അത് ന്യായപ്രമാണത്തിലാണ്. അങ്ങനെ തണുക്കുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു നന്മ നിശ്ചയമായിട്ടും ഞാൻ അനുഭവിക്കും, എന്നെ കൊണ്ട് ദൈവത്തിന് ഉപകാരപ്പെടാനും സാധിക്കും എന്നുള്ള സമർപ്പണത്തോട് കർത്താവിനായിരുന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, പ്രധാന വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് സരഭദ്രയുടെ കാര്യം കേട്ടല്ലോ. ഞാൻ ഈ വിറക് പെറുക്കൊണ്ട് പോയി ഒരല്പം മാവും എണ്ണയും ഉണ്ട്, അതുകൊണ്ട് അപ്പം ഉണ്ടാക്കി തിന്നു, ഞാനും മകനും തിന്നതിന് ശേഷം മരിയാനിരിക്കുക. അത്രമാത്രം അവസ്ഥയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തെങ്കിൽ അവളെ പ്രാണൻ തണുത്തു. ദൈവത്തിന്റെ വചനം, ഇതാ സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു എന്നാണ്, നീ ആദ്യം ഒരു അടയുണ്ടാക്കി കൊണ്ടുപോവാ. ഭൂമിയിൽ ധാന്യവും മഞ്ഞും മഴയും പെയ്ത് ധാന്യം എല്ലാം വിളഞ്ഞ് സമൃദ്ധിയാകുന്നവരെയും നിന്റെ കാലത്തിലെ മാവ് തീരില്ല, ഭരണിയിലെ എണ്ണം തീർന്നു പോവില്ല. വചനം വന്നു, അവളുടെ പ്രാണൻ തണുത്തു. അവൾ വിശ്വസിച്ചെന്നു, അവളുടെ പ്രാണൻ തണുത്തു. പ്രാണൻ
ദൈവത്തിന്റെ വചനത്താൽ ആശ്വസിച്ചു. പിന്നീട് നടന്നതെന്താ? അവള് മാത്രമല്ല, അവളുടെ മകൻ മാത്രമല്ല, കുടുംബം മാത്രമല്ല, അവൻ കൂട്ടം മുഴുവനും ആ ഒരൊറ്റ കുടുംബത്തിൽ നിന്ന് ഉപജീവിച്ച് അവൾ ഇന്നും അവൾ ദൈവത്തിന്റെ സന്നിധി, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രസംഗിക്കപ്പെടും. പ്രധാന സ്തോത്രം. ആത്മാവിനെ തടിച്ചിരിക്കുന്ന ജീവിതങ്ങൾക്ക് ദൈവം തന്ന ആലോചനയാണ് ഇന്ന് നമുക്ക് കേൾക്കാൻ ഇടയായി തീർന്നത്. തണുക്കട്ടെ. എന്തിനാൽ? ബുദ്ധിയാലല്ല, ലോകത്താലല്ല, പിന്നെയോ കർത്താവിനാലും അവന്റെ വചനത്താലും, യേശുവിനാലും അവന്റെ ന്യായപ്രമാണത്താലും പ്രാണൻ തണുക്കുന്നുവെങ്കിൽ നിശ്ചയം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയുധം ഉപയോഗിക്കപ്പെടുന്നത് പോലെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുക. മുട്ടുമടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ,